ഹായ് എവറി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ റൂൾ ആൻഡ് ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായിരിക്കും റൂൾ ആൻഡ് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, ഒബ്വിയസ്ലി ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുക. ഷോർട്ട് ടേംസ് ആൻഡ് മീഡിയം ടേംസ് ലോൺസുകൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫാമേഴ്സിന്, റൂറൽ പീപ്പിൾസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്കപ്പോൾ സീഡ്സുകൾ വാങ്ങാനും അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സുകൾ ആൻഡ് മറ്റ് അഗ്രികൾച്ചറൽ നീഡ്സുകൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് അതൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോളായിട്ട് പറയാം. ആൻഡ് സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്ട് ആണ്. ആൻഡ് വല്ലാതെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇത്തരം പോയിന്റ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയണ്ട എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്കത് മെൻഷൻ ചെയ്തു പോവാം. ഇപ്പോൾ സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്ട്, ഫാമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയുള്ള ഇൻപുട്സുകൾ, സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. ദെൻ മാർക്കറ്റിംഗ് സപ്പോർട്ടിംഗ് ആണ്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകൾ മാർക്കറ്റ് ചെയ്യാനും അത് സെല് ചെയ്യാനും ഫാമേഴ്സിന് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബയേഴ്സുമായിട്ട് ഈസി ആയിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ബെറ്റർ ആയുള്ള ഫാമിംഗ് പ്രാക്ടീസസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ എൻകറേജ് ഇംപ്രൂവ്ഡ് ഫാമിംഗ് മെത്തേഡ്, ബെറ്റർ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ് കൃത്യമായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോപ്പ് പ്രൊഡക്ഷൻസ് കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ട്. ഫാമിംഗ് മെത്തേഡ്സുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ബെറ്റർ ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസസുകൾ ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു PACS പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ്. PACS പ്രൊമോട്ട് കോപ്പറേഷൻ, മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് ഡെവലപ്മെന്റ് വിത്തിൻ റൂറൽ കമ്മ്യൂണിറ്റീസ് ആണ്. റൂറൽ കമ്മ്യൂണിറ്റീസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു മ്യൂച്വൽ ഹെൽപ്പ് അല്ലെങ്കിൽ കോപ്പറേഷൻസുകൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈസി ആയിട്ട് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഫോർമൽ ബാങ്കിങ് സിസ്റ്റം, അതുപോലെ തന്നെ ഫാമേഴ്സും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി ബാങ്കുകളുമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും അല്ലെ. ബാങ്കുമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ക്രെഡിറ്റ് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദെൻ റൂറൽ ഡെവലപ്മെന്റ് പറയുന്നുണ്ട് അല്ലെ. റൂറൽ ഡെവലപ്മെന്റ് എന്താണ്? PACS contribute the economic and social development of rural areas by supporting agriculture and improving livelihoods. PACS contribute to the economic and social development of rural areas. റൂറൽ ഏരിയാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് ഇംപ്രൂവിങ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാര്യങ്ങളൊക്കെ അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൂറൽ ഡെവലപ്മെന്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സപ്പോർട്ട് ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ്. ദേ എൻകറേജ് പ്രോപ്പർ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസോഴ്സ് മാനേജ്മെന്റ് ആണ് എൻകറേജ് ചെയ്യുന്നത്. ആൻഡ് ഒരു സസ്റ്റൈനബിൾ ആയുള്ള ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നു. And financial inclusion. PACS help bring more rural people into the formal financial system by providing banking and credit facilities at the village level. ആ ഒരു വില്ലേജ് ലെവലിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇത്രയാണ് നമ്മുടെ റൂൾസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് PACS ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട്, സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്ട്, മാർക്കറ്റിംഗ് സപ്പോർട്ട്, പ്രൊമോട്ടിംഗ് ബെറ്റർ ഫാമിംഗ് പ്രാക്ടീസസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഈസി ആക്സസ് ടു ക്രെഡിറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ്, സപ്പോർട്ട് ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് PACS ആണ്. പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് PACS പറയും. പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് PACS ആണ്. But despite their importance, PACS face several challenges.
അതായത് അവരുടെ ഫിനാൻഷ്യൽ ബേസ് അല്ലെങ്കിൽ ലോ ക്യാപിറ്റൽ അതൊക്കെ വീക്ക് ആവുന്ന സമയത്ത് അവർക്ക് ലോൺസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഒരു ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട്. ദെൻ ഹൈ ലോൺ ഡിഫോൾട്ട് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്, എക്സസീവ് ഡിപ്പെൻഡ്സ് ഓൺ ഹയർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫണ്ട്സ്. നമ്മൾ ഫണ്ട്സിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതും അവർക്കൊരു ലയബിലിറ്റിയാണ് അല്ലെ. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുവർ റിക്കവറി മെക്കാനിസം ആൻഡ് ലാക്ക് ഓഫ് പ്രൊഫഷണാലിസം, ബെനഫിറ്റ് ഓഫൺ കൺസേൺഡ് ബൈ ലാർജ് ഫാമേഴ്സ്, living out small and marginal ones, inefficient management due to lack of trained staff. ഇതൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ആണ് അല്ലേ. സോ ഈ ഒരു പ്രൈമറി ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് റൂറൽ ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആൻഡ് അതിന് വീക്ക്നെസ്സസ് ഉണ്ട്. ആൻഡ് അവരെന്ത് ചെയ്യുന്നുണ്ട്, മില്യൺസ് ഓഫ് ഫാമേഴ്സിന് അഗ്രികൾച്ചറൽ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ അവർ ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മോഡേണൈസേഷൻ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ബെറ്റർ റിക്കവറി സിസ്റ്റംസ്, ഒരു PACS ഒരു എമർജ് ആസ് എ സ്ട്രോങ് മൾട്ടി പർപ്പസ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് നോട്ട് ഓൺലി പ്രൊവൈഡ് ക്രെഡിറ്റ് ബട്ട് ഓൾസോ പ്രൊമോട്ട് ഓവറോൾ റൂറൽ ഡെവലപ്മെൻറ്റ്. അത് ആ ഒരു ക്രെഡിറ്റ് കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുള്ളതല്ല അല്ലേ, ആ ഒരു ഓവറോൾ റൂറൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ ഒരു പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ പറയാനുള്ളത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. Urban cooperative banks are primary cooperative banks that operate in urban and semi-urban areas. അപ്പോൾ അർബൻ ഏരിയാസിൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്ക്സുകളാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ബാങ്ക്സ് മെയിൻലി പ്രൊവൈഡഡ് ലോൺസ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. അപ്പോൾ മുന്നേ ഒക്കെ നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഒരുപാട് വേരിയസ് ആയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ മെയിൻലി സെർവ് സ്മോൾ ബോറോവേഴ്സ്, ട്രേഡേഴ്സ്, ബിസിനസ് പീപ്പിൾ, സാലറീഡ് എംപ്ലോയീസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആണ് അല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ ബോറോവേഴ്സ്, അതുപോലെ തന്നെ ട്രേഡേഴ്സ്, ബിസിനസ് പീപ്പിൾ, സാലറീഡ് എംപ്ലോയീസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയാണ് മെയിനായിട്ടും ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് ബാങ്കിങ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ബിഗാൻ ഇൻ ദി ലേറ്റ് 19th സെഞ്ച്വറി. ലേറ്റ് 19th സെഞ്ച്വറിയിലാണ് മെയിനായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർ അതിൻ്റെ ആ ഒരു ബാങ്കിങ് മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാസ് ഇൻസ്പയർഡ് ബൈ ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഇൻ ബ്രിട്ടൻ ആൻഡ് ജർമ്മനി. And these banks were formed on the principle of mutual help, democratic management and open membership. അല്ലെ, ഓപ്പൺ ആയുള്ള ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, അതുപോലെ മ്യൂച്വൽ ഹെൽപ്പ്. ഇത്തരം പ്രിൻസിപ്പിൾസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാങ്ക്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ വാസ് ദി അനോന്യ സഹങ്കാരി മൻഡാലി ആണ് അല്ലെ. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1899 in Baroda under the leadership of Vidal Lexman. In the beginning, urban cooperative credit societies mainly provided small loans for personal and consumption needs. Salary earners societies also helped promote habits of thrift, saving and self-help among middle class people and work. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, മെയിനായിട്ട് അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ സ്മോൾ ആയിട്ടുള്ള ലോൺസ് കാര്യങ്ങൾ പേഴ്സണൽ ആൻഡ് കൺസംഷൻ നീഡ്സിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ഏർണേഴ്സിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഹാബിറ്റ്, സേവിങ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 gave major support to the growth of cooperative movement. In October 1904, the first urban cooperative credit society was established in Kanchivaram. Kanchivaram is established and in Madras province. Another important society was Bombay Urban Cooperative Credit Society. That 1906 ലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. And later
ആക്ട് വാസ് amended in 1912 to allow formation ഓഫ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പം 1912 പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമേഷന് അലോ ചെയ്തു അല്ലേ. അപ്പം ഈ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ടുഡേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇന്നത്തെ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റോള് ഈ ഒരു അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ സക്സസ്ഫുൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് സരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക്, known for its technology and customer services. Mumbai District Cooperative Bank, which supports small business and individuals. Pune District Cooperative Banks, recognized for promoting affordable banking and financial inclusions. അപ്പോൾ ഇത്തരം ബാങ്ക്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജി, കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാങ്കിങ് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസുകളാണ് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്ക്സിന് എക്സാമ്പിൾസ് ആണ് ഈ ഒരു സരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് പൂനെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, ആൻഡ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് കാര്യങ്ങൾ പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ അവർ മെയിനായിട്ട് ലോക്കൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആൻഡ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ലോവർ ആയിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിൾ, സെൽഫ് എംപ്ലോയിഡ് എംപ്ലോയീസ്, അതുപോലെ സ്മോൾ ബിസിനസ് ആൻഡ് പീപ്പിൾ അല്ലേ, ഇവരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉള്ള ആളുകളെയൊക്കെ മെയിൻലി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലോക്കൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ബാങ്ക് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കളക്ടിങ്, സേവിങ് ആൻഡ് providing loans to small borrowers such as small scale industries, shopkeepers, professional and retailers. അവർക്കൊക്കെ എന്താണ് ചെറിയ രീതിയിൽ ക്രെഡിറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ എയിം അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ആയിട്ട് അവർ പറയുന്നു. ഫിനാൻഷ്യൽ സപ്പോർട്ട്സ്, അതുപോലെ തന്നെ ബാങ്കിങ് സർവീസസ് ഒക്കെ റൂറൽ ആൻഡ് സെമി അർബൻ സെക്ടേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും. ഫങ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. മൊബിലൈസിങ് ഡെപ്പോസിറ്റ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, സേവിങ്സ് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ആൻഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു മെമ്പേഴ്സിൽ നിന്നും പബ്ലിക്കിൽ നിന്നും. ആൻഡ് ഡെപ്പോസിറ്റ് കാര്യങ്ങൾ മൊബിലൈസ് ചെയ്യുന്നു. പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഗിവിംഗ് ലോൺസ് ആൻഡ് advances to small traders, salaried employees and professionals, self-employed people. ഇപ്പോൾ ലോൺസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് MSMEs അല്ലേ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ആണ്. വീക്കർ സെക്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്മോൾ ബോറോവേഴ്സ് ഉണ്ടായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ സെക്ടേഴ്സുകൾ ഉണ്ടായിരിക്കും. RBI ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ചെയ്യേണ്ട സോഷ്യൽ സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസുകൾ, കൺസ്ട്രക്ഷന്, പർച്ചേസ് ഓഫ് ഹൗസസിനൊക്കെ വേണ്ടിയുള്ള ലോൺസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് കൺസ്യൂമർ ആൻഡ് പേഴ്സണൽ ലോൺസ് ആണ്. പേഴ്സണൽ ലോൺസുകൾ എഡ്യൂക്കേഷൻ, വെഹിക്കിൾസിനൊക്കെ വേണ്ടിയിട്ട് ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെമിറ്റൻസ് സർവീസസുകൾ, മണി ട്രാൻസ്ഫർ, ചെക്ക് ക്ലിയറൻസ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഇത്തരം സർവീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ്, അർബൻ ആൻഡ് സെമി അർബൻ പീപ്പിളിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ സേവിങ് ഹാബിറ്റുകൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് തന്നെയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഫങ്ഷൻസ് ആയിട്ടും പറയുന്നത്. മൊബിലൈസിംഗ് ഡെപ്പോസിറ്റ്, പ്രൊവൈഡിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സപ്പോർട്ടിംഗ് MSMEs, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, ഹൗസിംഗ് ഫിനാൻസ്, കൺസ്യൂമർ ആൻഡ് പേഴ്സണൽ ലോൺസ്, റെമിറ്റൻസ് സർവീസസ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, പ്രൊമോട്ടിംഗ് സേവിംഗ് ഹാബിറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. ഓക്കെ, ഇതാണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ ഫങ്ഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് കാര്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് പറയാനുള്ളത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.